ഓണക്കാലമായിട്ടുണ്ടെങ്കിൽ പൂക്കളെ വിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ എനിക്ക്. അപ്പോൾ പൂക്കളില്ലാത്ത കാരണം ഭയങ്കര വിശദമായിട്ട് നമുക്ക് പൂക്കൾ ഒരുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഇതാ, വെള്ളത്തിൽ കുറച്ച് പൂക്കൾ ഇട്ട് വയ്ക്കാം. നമ്മുടെ വീട്ടിൽ ആ ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടുകയും ചെയ്യും. എനിക്ക് ഓണത്തിൻ്റെ ഒരു പൂക്കളിടാണ്ടേ ഒരു നല്ല മനപ്രയാസമുണ്ട്. അപ്പോൾ ആ പ്രയാസം കളയാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വിദ്യയാണ് കേട്ടോ ഇതേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കധികം പൂവും വേണ്ട, കുറച്ച് പൂ മതി, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുകയും ചെയ്തോളും. എൻ്റെ മനസ്സിന് സുഖവും കിട്ടും. അങ്ങനെ രാവിലെ തന്നെ അതൊക്കെ എഴുന്നേറ്റ് ചെയ്യുവാണേ. അപ്പോൾ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം, രാവിലത്തേക്കുള്ള കറിയും കഞ്ഞിയും ഒക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ ദേ അരിയൊക്കെ കഴുകുകയാണ്. ഇവിടെ എപ്പോഴും മട്ടയരി മാത്രമാണ് കേട്ടോ മേടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല, കണ്ണിന് നേരെ കാണത്തില്ല, എപ്പോഴെങ്കിലും കഴിക്കാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ശരിക്കും എനിക്ക് വെള്ളച്ചോറാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ കളറ് കണ്ടോ, ഇതിൻ്റെ കളറങ്ങ് പോകുമ്പോഴത്തേക്കും ശരിക്കും വെള്ള കളറാവും. എന്നാലും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇത് മാത്രമേ ഇവിടെ വാങ്ങത്തുള്ളൂ. പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇത് രാവിലത്തേക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ റെഡി ആക്കിയത്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം പോട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ വേഗം കറി വെച്ച് എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാം കൂടെ പിള്ളേർക്കൊക്കെ കൊണ്ടേ കൊടുക്കുവാണേ. അപ്പം എനിക്ക് ഇന്ന് നല്ല സന്തോഷമുണ്ട്, കാരണം ഇന്നത്തോടെ എക്സാം തീരുകയാണ്. ഇനി നാളെ മുതൽ എക്സാം ഇല്ല, പഠിപ്പിക്കേണ്ട, തിരക്കില്ല, രാവിലെ എഴുന്നേൽക്കണ്ട, ഹായ് ഹായ് നല്ല സുഖം. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കലാപരിപാടികൾ വേഗം തന്നെ തുടങ്ങട്ടെ.